നോയ്സ് ColorFit പൾസും നോയ്സിൻ്റെ ColorFit പൾസ് ഗ്രാൻഡും ഈ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? 1999 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, നമ്മുടെ വ്യൂവേഴ്സിന് അതിലും കുറഞ്ഞ പ്രൈസിലാണ് കിട്ടുന്നത്. അത് വേറെ കാര്യം. എന്തായാലും ഈ പ്രൈസിന് വെർത്താണോ? നമ്മുടെ നോർമൽ അൺബോക്സിംഗ് പോലെ എടുക്കുക, ഫീച്ചേഴ്സ് പറയാം, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇൻഫോർമലി കാര്യങ്ങളൊക്കെ പറയാം. ബോക്സിനകത്ത് നമ്മുടെ പൾസിലുണ്ടായ സെയിം ടൈപ്പ് തന്നെയാണ്. അതായത് അതിനകത്തുള്ള സാധനങ്ങൾ എന്ത്, ഋഷഭ് പന്തിൻ്റെ വെൽക്കം കാർഡ് ഉണ്ട്, പിന്നെ നോയ്സിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ വാച്ച് ഉണ്ട്, പിന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജിങ് കേബിൾ ഉണ്ട്. ആരും വായിക്കാത്തതുകൊണ്ട് യൂസർ മാനുവലിലേക്കും താഴെയും വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് പൾസിലുണ്ടായത്, പൾസ് ഗ്രാൻഡിലുള്ളത്. സോ പാക്കേജിങ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കളേഴ്സ് വ്യത്യാസമുണ്ട്. 3 കളറിൽ വരുന്നുണ്ട്: ഇലക്ട്രിക് ബ്ലൂ, അതേപോലെ ജെറ്റ് ബ്ലാക്ക്, പിന്നെ ഷാമ്പെയിൻ ഗ്രേ. ഫസ്റ്റ് മേജർ ഡിഫറൻസ് ഡിസൈനിലാണ്. ഇതിൻ്റെ ഡിസൈൻ ബോക്സിയാണ്. നമ്മുടെ പഴയ പൾസ് ബോക്സി ആയിരുന്നില്ല. ഇത് നമ്മുടെ ColorFit കാലിബർ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ്, ആ സൈഡിൽ കാണുന്ന ക്രൗൺ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇപ്രാവശ്യം ആ ക്രൗൺ യൂസ്ലെസ് ആണ്. അത് ബട്ടനാണ്. പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ കൈയോടുകൂടി പോരും എന്നല്ല, കാരണം അതൊരു തിരിക്കുന്ന സംഭവമല്ല. ഇഫ് നോയ്സ് ഈസ് വാച്ചിങ് ദിസ് വീഡിയോ, നെക്സ്റ്റ് ടൈം ഇഫ് യു പുട്ട് എ ക്രൗൺ, അറ്റ്ലീസ്റ്റ് മേക്ക് സം യൂസ് ഓഫ് ഇറ്റ്. ഇഫ് യു റൊട്ടേറ്റ് ദ ഡയൽ, റൊട്ടേറ്റ് ദ ക്രൗൺ, ലെറ്റ് സം ആക്ഷൻ ബി ഡൺ. ഓക്കെ, ബിൽഡ് കണ്ടു കഴിഞ്ഞാൽ മെറ്റൽ പോലെ ഇരിക്കും. ആക്ച്വലി ഇത് പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് ആണ്. അതേപോലെ സ്ട്രാപ്സ് സിലിക്കൺ സ്ട്രാപ്സ് ആണ്. യെസ്, നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രാപ്സിൻ്റെ അറ്റത്തുള്ള ബക്കിൾസും പ്ലാസ്റ്റിക് ആണ്. ഇനി മേജർ ഡിഫറൻസ് വന്നിരിക്കുന്നത് സ്ക്രീനിലാണ്, സ്ക്രീൻ സൈസിലാണ്. പൾസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൾസിന് 1.4 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് 1.69 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ആൻഡ് എഡ്ജസ് കോർണേഴ്സ് കുറച്ചുകൂടി കർവ്ഡ് ആണ്. കാണാനൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഈവൻ ദ ഗ്ലാസ് ഓൺ ടോപ്പ്, മുകളിലുള്ള ഗ്ലാസും നമുക്ക് സൈഡ്സ് കുറച്ച് ബെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ വലിയ സ്ക്രീൻ ആണെങ്കിലും റെസല്യൂഷൻ നല്ലതാണ്. ആൻഡ് ബ്രൈറ്റ്നസ് 5 ബ്രൈറ്റ്നസ് മോഡലുണ്ട്. ഔട്ട്ഡോർ യൂസിനൊന്നും പ്രശ്നമില്ല. സോ ഓവറോൾ സ്ക്രീനിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് നോയ്സ് ഹെൽത്ത് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നോയ്സ് ഹെൽത്ത് സ്യൂട്ട് മറ്റേലുണ്ടായില്ല. ഹെൽത്ത് സ്യൂട്ട് എന്നുള്ള പേരൊക്കെ ആണെങ്കിൽ സംഭവം ഭയങ്കര സിമ്പിളാണ്. ഈ വാച്ചിനകത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, 24/7 സ്ട്രെസ് മോണിറ്ററിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് SpO2 അഥവാ ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ് ഉണ്ട്, പിന്നെ ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്ടിവിറ്റീസൊക്കെ കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരൊറ്റ ഫോൾഡറിലേക്ക് ആക്കിയിരിക്കുന്ന പരിപാടിയാണ് നോയ്സിൻ്റെ ഹെൽത്ത് സ്യൂട്ട്. ആ ഒരു കാര്യം പൾസ് ഗ്രാൻഡിനകത്തുണ്ട്, പഴയ പൾസിനകത്ത് ഉണ്ടായില്ല. പൾസിനകത്ത് നമുക്ക് 8 സ്പോർട്സ് മോഡ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിനകത്ത് 60 സ്പോർട്സ് മോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 60 പല കാറ്റഗറി വൈസാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കാറ്റഗറിയുടെ അകത്ത് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് സ്പോർട്സ് മോഡുകളുണ്ട്. സോ 60 സ്പോർട്സ് മോഡുകൾ ഇതിനകത്തുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ മേജർ ഇംപ്രൂവ്മെൻറ്റ്. ഇനി വാച്ച് IP68 ആണ്, മറ്റേതും IP68 ആയിരുന്നു. സോ 68 മീൻസ് ഡസ്റ്റ് പ്രൂഫും ആണ്, വാട്ടർ പ്രൂഫും ആണ്. അതുപോലെ ഇതിനകത്ത് വേറെ വ്യത്യാസം എന്ന് പറയുന്നത് വാച്ച് ഫേസുകൾ ഒരു 150+ ഉണ്ട്. അതായത് കുറച്ച് കൂടുതൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം ഇത് കുറച്ചൊരു ഡൗൺഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയത് ബാറ്ററി ലൈഫിലാണ്. പൾസ് 10 ദിവസത്തെ ബാറ്ററി ലൈഫ് തരുമായിരുന്നു. ഇത് നമ്മൾക്ക് 7 ദിവസത്തിൻ്റെ ബാറ്ററി ലൈഫ് മാത്രമേ തരുന്നുള്ളൂ. പക്ഷേ പൾസിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് 15 മിനിറ്റ്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 to 2 days ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി കിട്ടുന്ന രീതിക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചെറിയ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സോ ബാറ്ററി ലൈഫ് 7 days എന്നവർ പറയുമ്പോൾ ഒരു 5 to 6 days നോർമൽ, ഒരു നോർമൽ അല്ല, ഒരു എന്താ പറയുക, ഡെയിലി ഒരു വർക്കൗട്ട് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അല്ല 24/7 ഹാർട്ട് റേറ്റ് ഒക്കെ ഓഫാണ്, നിങ്ങളങ്ങനെ വർക്കൗട്ട് ഒന്നും ചെയ്യില്ല എങ്കിൽ 10 ദിവസത്തിന് മുകളിലൊക്കെ സുഖമായിട്ട് നിൽക്കും. പിന്നെ ഹാർട്ട് റേറ്റ് SpO2 എന്നിങ്ങനത്തെ അല്ലാതെ അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് സ്ലീപ്പ് മോണിറ്ററിംഗ് ഉണ്ട്, നമ്മൾ ഉറങ്ങുന്ന എത്രയെന്നൊക്കെ കാണിക്കും, ഫീമെയിൽ ഹെൽത്ത് ട്രാക്കിംഗ് ഉണ്ട്, വെതർ കാണാൻ പറ്റും, മ്യൂസിക് വാച്ചിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ റിമൈൻഡേഴ്സ് നമുക്ക് വാച്ചിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. വാച്ച് ഫേസുകളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, 150+ ഉണ്ട് എന്ന്. ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് 5 വാച്ച് ഫേസുകളുണ്ട്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റും റൈറ്റും സ്വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ കൂടുതൽ വാച്ച് ഫേസിന് നോയ്സ് ഫിറ്റ് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നോയ്സ് ഫിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, വാച്ചുമായിട്ട് പെയർ ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു വാച്ച് ഫേസ് എടുത്ത് ഇതിനകത്തേക്ക് ഇടാം. സ്വന്തം ഫോട്ടോസൊക്കെ വാച്ച് ഫേസ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. സോ വാച്ച് ഫേസസ് കളക്ഷൻസ് അത്യാവശ്യമുണ്ട്. നോക്കി നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വെക്കാം. ചേട്ടാ ഇതിനകത്ത് കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കില്ല. 1999 രൂപയുടെ വാച്ചാണ്. കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കോൾ വന്നു കഴിഞ്ഞാൽ കാണാം ആരാ വിളിക്കുന്നതെന്ന്. മ്യൂട്ട് ചെയ്യണോ മ്യൂട്ട് ചെയ്യാം, കട്ട് ചെയ്യണോ കട്ട് ചെയ്യാം. ഈ പരിപാടികൾ പറ്റുള്ളൂ. മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷനും വരും. നമ്മുടെ ആപ്പിനകത്ത് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് മാത്രം കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. ടാപ്പ് ചെയ്ത് നമുക്ക് കുറച്ചൊരു എക്സ്പാൻഡഡ് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വൈസ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യമായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, നമ്മുടെ വ്യൂവേഴ്സിന് ഇതെല്ലാം കുറച്ചാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ കാര്യം. സത്യമാണത്.
നിങ്ങൾ ഗോ നോയ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഈ വാച്ച് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ NXSARATH8 ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1999 റുപ്പീസിലും കുറച്ചുകൂടി ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടും. എത്രയാണ് ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. സോ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ചുകൂടി കുറവ് റേറ്റിലായിരിക്കും കിട്ടുന്നത്. മേടിക്കുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ഫൈനലി 1999 റുപ്പീസിന് ഈ വാച്ച് വെർത്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡിസൈൻ ഒരു ബോക്സി ഡിസൈനുള്ള വാച്ച് വേണം, സ്ക്വയർ ഷേപ്പിൽ, അതേപോലെ കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസിന് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു വാച്ചാണ് നമ്മുടെ നോയ്സിൻ്റെ ColorFit Pulse Grand. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്ന ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സെൻ്റെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.